യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെയും ഈശോയുടെ അതിമനോഹരമായ ഈശോ സംസാരിച്ച ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. എത്രയധികം ദുഃഖങ്ങൾ! ഈശോ ഇടയന്മാരെ വിട്ട് മറ്റുള്ള ആളുകളോട് സംസാരിക്കുകയാണ്. സമാധാനം നിങ്ങളോട് കൂടെ. ഇന്നലെ നിർഭാഗ്യവാരായ 2 പേരുടെ സംസാരം ഞാൻ കേട്ടു. ഒരാൾ ജീവിതത്തിൻ്റെ പ്രഭാതത്തിലാണ്, മറ്റേയാൾ അതിൻ്റെ അസ്തമയത്തിലും. തങ്ങളുടെ കഷ്ടതകളെക്കുറിച്ച് വിലപിക്കുന്ന 2 ആത്മാക്കൾ. ഞാൻ അവരോടൊത്ത് എൻ്റെ ഹൃദയത്തിൽ കരഞ്ഞു. ലോകത്തിൽ എത്രയധികം ദുഃഖങ്ങൾ! ദൈവത്തിനു മാത്രമേ അതിന് ആശ്വാസം നൽകുവാൻ കഴിയൂ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, പരിധിയില്ലാത്ത അവിടുത്തെ ധാരാളതയെക്കുറിച്ചുള്ള അറിവിന് മാത്രമേ ഈ ഭൂമിയിലെ ദുഃഖങ്ങൾ അകറ്റുവാൻ കഴിയൂ. ദൈവം സദാ നമ്മോട് കൂടെയുണ്ടെന്നുള്ള സത്യം, അവിടുത്തെ വാഗ്ദാനങ്ങൾ, ഇവയെല്ലാം അറിയണം. ഒരു മനുഷ്യന് വേറൊരുവനെ എത്രയധികം പീഡിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കണ്ടു. ഞാനപ്പോൾ എന്നോട് തന്നെ പറഞ്ഞു, ദൈവത്തിൻ്റെ മക്കൾ ഇതുപോലുള്ള പീഡനങ്ങൾ സഹിക്കാൻ പാടില്ല. ദൈവത്തെ അവഗണിക്കുന്നവർക്ക് ദൈവത്തെക്കുറിച്ച് അറിവ് നൽകപ്പെടണം. ദുഃഖത്തിൻ്റെ കൊടുങ്കാറ്റിൽ എല്ലാം മറന്നുപോയവർക്കും ഈ അറിവ് നൽകണം. അതേസമയം എൻ്റെ സഹോദരങ്ങളുടെ എണ്ണമില്ലാത്ത ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാൻ ഞാൻ ഒറ്റയ്ക്ക് പോരാ. അതിനാൽ അനേകരെ വിളിക്കുവാൻ ഞാൻ നിശ്ചയിച്ചു. ദൈവത്തെക്കുറിച്ച് അറിവ് നൽകുന്നതിനുള്ള ആശ്വാസം വേണ്ടവർ നിരവധിയാണ്. അതിനൊന്നാമതായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ 12 അപ്പസ്തോലന്മാരെയാണ്. എൻ്റെ പ്രതിനിധികളായി ദുഃഖത്തിൻ്റെ ഭാരത്താൽ കുനിഞ്ഞുപോയിരിക്കുന്ന അനേകരെ എന്നിലേക്ക്, അങ്ങനെ ആശ്വാസത്തിലേക്ക് നയിക്കുവാൻ അവർക്ക് കഴിയും. ഞാൻ ഗൗരവമായി പറയുന്നു, പീഡിതരും മനസ്സുമെടുത്തവരും ഹൃദയം തകർന്നവരും ക്ഷീണിതരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുകൊള്ളാം. നിങ്ങൾക്ക് സമാധാനം ഞാൻ നൽകാം. വരൂ, എൻ്റെ അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും ശിഷ്യകളും വഴി എൻ്റെ അടുക്കൽ വരൂ. സന്മനസ്സുള്ള പുതിയ ആളുകൾ ദിവസവും വന്നു ചേർന്ന് ഈ ശിഷ്യഗണം വളരുന്നുണ്ട്. നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്തും. ഏകാന്തതയിൽ കൂട്ടുകണ്ടെത്തും. ലോകത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ സഹോദരങ്ങളുടെ സ്നേഹം അനുഭവപ്പെടും. എല്ലാറ്റിലും ഉപരിയായ ആശ്വാസദായകനെ കണ്ടെത്തും. പിന്നീട് ഒരിക്കലും സംശയമുണ്ടാവുകയില്ല, എന്നെ സംബന്ധിച്ച് എല്ലാം തീർന്നുവെന്ന് ഒരിക്കലും പറയുകയില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയും, സ്വഭാവാതീതമായ ഒരു ലോകത്തിൽ ഞാനെല്ലാം ആരംഭിക്കുന്നു. അവിടെ ദൂരമില്ല, വേർപാടില്ല. അനാഥരായിരിക്കുന്നവർ മാതാപിതാക്കളോട് ഒരുമിച്ച് ചേരും. പിതാക്കളും മാതാക്കളും ഭാര്യമാരും വിധവകളും നഷ്ടപ്പെട്ടവരുടെ മക്കളെയും ഭർത്താക്കന്മാരെയും അബ്രഹാത്തിൻ്റെ മടിയിൽ കണ്ടുമുട്ടും. ഈ യൂദയ നാട്ടിൽ നവോമിയുടെ ബത്ലഹേമിൻ്റെ സമീപെ വച്ച് സ്നേഹം വേദന മാറ്റുകയും സന്തോഷം നൽകുകയും ചെയ്യുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നവോമിയുടെ വീട്ടിൽ പുരുഷന്മാരാരും ഇല്ലാത്തപ്പോൾ നവോമി അനുഭവിച്ച ആകുലത കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓർത്തു നോക്കുവിൻ. മനസ്സു തളർന്ന് ഓർപ്പാഹയെയും റൂത്തിനെയും അവർ പറഞ്ഞയക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ 2 പേരും നിങ്ങളുടെ അമ്മമാരുടെ പക്കലേക്ക് പിന്തിരിയുക. നിങ്ങൾ മരിച്ചുപോയവരോടും എന്നോടും കരുണ കാണിച്ചതുപോലെ കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ. മനസ്സു തളർന്ന് അവളുടെ നിർബന്ധം ശ്രദ്ധിക്കുക. ഒരു കാലത്ത് വളരെ സുന്ദരിയായിരുന്നു, എന്നാൽ ഇപ്പോൾ ദുഃഖത്തിൻ്റെ പര്യായമായിരിക്കുന്ന നവോമി സങ്കടം കൊണ്ട് തകർക്കപ്പെട്ടു. എന്നാൽ വേറൊന്നും അവൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല. അവൾ സന്തോഷമായി ജീവിച്ച സ്ഥലത്തു പോയി മരിക്കണേ എന്ന് ആഗ്രഹിക്കുന്നതേ ഉള്ളൂ. അവിടെയാണ് ഭർത്താവിൻ്റെ സ്നേഹവും
മക്കളുടെ ചുംബനവും ലഭിച്ച അവളുടെ യൗവനകാലം ചെലവഴിച്ചത്. അവൾ പറഞ്ഞു, പോകൂ പോകൂ, എൻ്റെ കൂടെ വരുന്നതുകൊണ്ട് ഒരു പ്രയോജനമുണ്ടാകുകയില്ല. ഞാൻ മരിച്ചതിന് തുല്യമാണ്. എൻ്റെ ജീവൻ ഇനി ഇവിടെയില്ല. അവിടെ അവരെല്ലാമുള്ള അങ്ങേ ലോകത്തിലാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ സമീപേ നിങ്ങളുടെ ജീവിതം പാഴാക്കണ്ട. കാരണം ഞാൻ ശരിക്കും ഒരു സാധനമാണ്. എല്ലാറ്റിനോടും എനിക്ക് നിസ്സംഗതയാണ്. ദൈവമെല്ലാം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞു. ഞാൻ കൈപ്പേറിയ ദുഃഖമായി തീർന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കും. അത് എൻ്റെ ഹൃദയത്തിന് ഒരു വലിയ ഭാരവുമായിരിക്കും. അതിന് എന്നെ ഇപ്പോഴേ കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്ന കർത്താവ്, കാരണം മരിച്ചിരിക്കുന്ന എൻ്റെ അടുത്ത് ജീവനുള്ള നിങ്ങളെ നിർത്തുന്നത് സ്വാർത്ഥതയായിരിക്കും. നിങ്ങളുടെ അമ്മമാരുടെ പക്കലേക്ക് പോയിക്കൊള്ളുക. എന്നാൽ ദുഃഖിതരായ വൃദ്ധമാതാവിനെ സഹായിക്കുവാൻ റൂത്ത് കൂടെ താമസിച്ചു. അവനവൻ്റെ ദുഃഖത്തേക്കാൾ വലിയ ദുഃഖങ്ങളുണ്ടെന്ന് റൂത്ത് മനസ്സിലാക്കി. ചെറുപ്രായത്തിൽ വിധവയായ അവളുടെ ദുഃഖത്തേക്കാൾ വലിയ ദുഃഖം ഭർത്താവും 2 പുത്രന്മാരും നഷ്ടപ്പെട്ട നയോമിയുടേതാണെന്ന് അവൾ ഗ്രഹിച്ചു. ഓരോരുത്തരുടെയും സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കാതെ, നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ ആരുമില്ലാതെ, ഭിക്ഷയാചിച്ച് ജീവിക്കാനിടയാകുന്ന ഒരു അനാഥ ബാലൻ്റെ ദുഃഖം മക്കൾ മരിച്ചുപോയ ഒരമ്മയുടെ ദുഃഖത്തേക്കാൾ വലുതാണ്. അതുപോലെ തന്നെ പല പല കാരണങ്ങളാൽ മനുഷ്യജാതിയെ തന്നെ വെറുക്കുന്ന, ഓരോ മനുഷ്യനിലും ഭയമുളവാക്കുന്ന ശത്രുവിനെ കാണുന്ന ഒരുവൻ്റെ ദുഃഖം മറ്റെല്ലാ ദുഃഖങ്ങളേക്കാൾ വലുതാണ്. കാരണം മാംസവും രക്തവും മനോഭാവവും മാത്രമല്ല ഇവിടെ ബാധകമാകുന്നത്, പിന്നെയോ അതിൻ്റേതായ സ്വഭാവാതീത കടമകളും അവകാശങ്ങളുമുള്ള നാശത്തിലേക്ക് നീങ്ങുന്ന ആത്മാവാണ് സ്വാധീനിക്കപ്പെടുന്നത്. അമ്മയില്ലാത്ത മക്കൾക്കു വേണ്ടി മക്കളില്ലാത്ത എത്രയോ അമ്മമാർ ലോകത്തിലുണ്ട്. മക്കളില്ലാത്തത് എത്ര വിധവകൾ ലോകത്തിലുണ്ട്. വാർദ്ധക്യത്തിൽ ഏകരായി അവശതയിൽ കഴിയുന്നവരെ സഹതാപത്തോടെ സ്നേഹിക്കാൻ അവർക്ക് കഴിയുമല്ലോ. എല്ലാ മാനുഷിക സ്നേഹവും നിരാകരിക്കപ്പെട്ട് ദുഃഖിതരായ സകലരുടെയും പേർക്ക് തങ്ങളെ തന്നെ അർപ്പിക്കുന്ന എത്രയധികം ആളുകളുണ്ട്. സ്നേഹിക്കുവാനുള്ള അവരുടെ ആഗ്രഹം കൊണ്ട് അവർ വിദ്വേഷം പുലർത്തുന്ന ഒരു ലോകത്തിൽ അവർ മനുഷ്യകുലത്തിന് സ്നേഹം നൽകുന്നു. ദുഃഖം ഒരു കുരിശാണ്, അതേസമയം ഒരു ചിറകുമാണ്. വിലാപം ഉരിഞ്ഞുകളഞ്ഞ് വീണ്ടും ധരിക്കുവാനാണ്. കരയുന്ന നിങ്ങൾ എഴുന്നേൽക്കൂ, കണ്ണു തുറക്കൂ. പേടിസ്വപ്നങ്ങളും അന്ധകാരവും സ്വാർത്ഥതയുമെല്ലാം ദൂരെ എറിയൂ. ആളുകൾ കരയുകയും മരിക്കുകയും ചെയ്യുന്ന തരിശു ഭൂമിയാണ് ഈ ലോകം. ആ ലോകം കരഞ്ഞു വിളിക്കുന്നു, സഹായിക്കണേ എന്ന്. അനാഥർ, രോഗികൾ, ഏകരായിട്ടുള്ളവർ, സന്ദേഹമുള്ളവർ, മറ്റുള്ളവരുടെ കടും വഞ്ചനയും ക്രൂരതയും നിമിത്തം വിദ്വേഷത്തിൻ്റെ തടവറയിൽ കഴിയുന്നവർ, ഇങ്ങനെ എത്രയധികമുള്ള ആളുകൾ സഹായത്തിനായി കേഴുന്നു. ഇങ്ങനെ കരയുന്നവരുടെ പക്കലേക്ക് പോകൂ. വിസ്മരിക്കപ്പെടുന്ന ആളുകളുടെ ഇടയിലേക്ക് പോയി സ്വയം വിസ്മരിക്കൂ. രോഗികളുടെ ഇടയിലൂടെ നടന്ന് നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കൂ. നിരാശരുടെ മധ്യേ നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കുവിൻ. തങ്ങളുടെ സഹോദരങ്ങൾക്ക് സേവനം ചെയ്തതുകൊണ്ട് സ്വർഗം നേടാൻ ആഗ്രഹിക്കുന്നവർക്കിതാ ലോകം തുറന്നു കിടക്കുന്നു. നന്മ ചെയ്തും ദൈവത്തോടും ആരെക്കുറിച്ചും നമ്മൾ വിലപിക്കുന്നുവോ ആ പ്രിയപ്പെട്ടവരോടും ഒരുമിക്കാൻ ധാരാളം അവസരങ്ങൾ. അഭ്യാസക്കളരി ഇവിടെ, വിജയം അവിടെ. വരൂ, റൂത്തിനെ അനുകരിക്കൂ. എല്ലാ ദുഃഖങ്ങളിലും അവളോട് ചേർന്ന് പറയുക, ഞാൻ പരിഹരിക്കപ്പെടാൻ നിവൃത്തിയില്ലാത്ത ദൗർഭാഗ്യങ്ങൾ. ഇങ്ങനെ മറുപടി പറയാൻ സാധ്യതയുണ്ട്. എന്നെ നവോമി എന്ന് വിളിക്കേണ്ട, എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി. കാരണം ദൈവം എന്നെ കയ്പാക്കി മാറ്റിയിരിക്കുന്നു. എന്നാലും നിങ്ങൾ ഉറച്ചു നിൽക്കണം. ആ ദൗർഭാഗ്യങ്ങൾ ഒരു ദിവസം വിളിച്ചു പറയും, എൻ്റെ കയ്പ് എന്നിൽ നിന്നും നീക്കിക്കളഞ്ഞ കർത്താവ് അനുഗ്രഹീതനാകട്ടെ. എൻ്റെ ദുഃഖം കൊണ്ട് നല്ല ഫലം പുറപ്പെടുവിക്കാൻ അറിയാവുന്ന ഒരു സൃഷ്ടിയെക്കൊണ്ട് എൻ്റെ ഏകാന്തതയും ആശ്വാസരഹിതമായ സ്ഥിതിയും അവിടുന്ന് മാറ്റിത്തന്നു. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ, കാരണം അവൻ എൻ്റെ രക്ഷകനാണ്.